എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊണ്ണു ബാബിയുടെ അച്ഛൻ പൊണ്ണുവിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 5 മന്ത് 6 മന്ത്സ് ആയിട്ടോ ഞങ്ങൾ ഏട്ടൻ ദുബായിൽ നമ്മളിവിടെ ആയിട്ട്. അപ്പോൾ ലീവൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ആ ടൈമിലൊന്നും എനിക്കാണെങ്കിൽ ഭയങ്കര ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ വന്നില്ല. ഞാൻ പറഞ്ഞു അവസാനം ഡെലിവറി ടൈമിൽ വന്നാൽ മതി പറഞ്ഞിട്ട്. അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പൊണ്ണു ബാബി ഒപ്പമായിട്ടുള്ള എന്താ പറയുക റിയാക്ഷൻ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അല്ലേ മെമ്മറീസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാവണത്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മീൻ പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മീനൊക്കെ കിട്ടി. പിന്നെ കുറച്ച് വൈകിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് കുറച്ച് മീനൊക്കെ കിട്ടി കേട്ടോ. അതൊക്കെ കാട്ടിത്തരാം. പിന്നെ എന്താ പറയുക, ഇവിടെ നല്ല മഴ കേട്ടോ. നോക്കിയേ എന്ത് രസാല്ലേ. ഇവിടെ പുറത്തിറങ്ങിയിരിക്കുമ്പോൾ നല്ല രസമാണ്. ഞാൻ പിന്നെ പ്രഗ്നന്റ് ആയിട്ട് പുറത്തിറങ്ങി നിൽക്കാത്തതാണ്. അടിപൊളിയാട്ടോ. എന്താ രസം നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഇങ്ങനെ ഇന്ന് കാണും പോലെ. ഏട്ടൻ അവിടെ ഉണ്ട് കേട്ടോ, മീൻ പിടിക്കുന്നുണ്ട്. അപ്പൊ ദേ കണ്ടില്ലേ മീന്? പാമ്പൊന്നും കണ്ടു നോക്കട്ടോ. അമ്മ ഞാൻ പറഞ്ഞില്ലേ നോക്ക്. അപ്പൊ നമുക്ക് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര സന്തോഷമാണ്. ഏട്ടനാണെങ്കിൽ മീൻ പിടിക്കാൻ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എനിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ മീൻ പിടിക്കാൻ പോവാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും. ഒരു സന്തോഷമായിട്ട് ഇങ്ങനെയൊക്കെ പോണ സമയത്ത്. അപ്പോൾ ഇങ്ങനത്തെ ഇതുപോലത്തെ മീനുകളൊക്കെ ആയിട്ട് കിട്ടിയ. പിന്നെ നല്ല മഴ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കൊടും മഴ എന്ന് പറഞ്ഞാൽ കൊടും മഴയായിരുന്നു. അവസാനം ഞാൻ ഏട്ടന് വഴക്കൊക്കെ ആയിരുന്നു കേട്ടോ. ഏട്ടൻ അത്രയും മഴയത്ത് നിൽക്കണ്ടെങ്കിൽ വാന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ അത്ര അധികം മഴ പെയ്യുണ്ടായിരുന്നു. പിന്നെ ഏട്ടന് പിടിച്ചൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ നമ്മളിത് കിട്ടിയ മീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിച്ചു. നല്ല യമ്മി ക്രിസ്പി ആയിട്ടാട്ടോ ഏട്ടൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നേ. നല്ല യമ്മി മീനായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പൊണ്ണു ബാബി ഏട്ടനെ കണ്ടിട്ടുള്ള എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം കേട്ടോ. അപ്പൊ പൊണ്ണു ബാബിക്ക് അറിയണ്ടായിരുന്നില്ല അവന്റെ അച്ഛൻ വരണ്ട്. അപ്പൊ അവനിങ്ങനെ നോക്കാണ് ആരാണെന്ന്. പെട്ടെന്ന് അച്ഛനെ കണ്ടപ്പോ അവനങ്ങോട്ട് നാണം വന്നിട്ട് ആദ്യമൊന്ന് വിളിച്ചപ്പോഴേക്കും അവൻ ഓടിപ്പോട്ടോ. വീഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഫോണൊക്കെ എടുത്തിട്ട് മാറ്റാറുള്ളതാണ് പതിവ്, മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഈ പ്രാവശ്യം പൊണ്ണു ബാബി കുറെ 6 മന്ത്സിന് ശേഷം, 6 മന്ത്സ് അല്ല ഒരു 5 മന്ത്സിന് ശേഷം കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോഴാണെങ്കിൽ പൊണ്ണു ബാബി ഭയങ്കര ഹാപ്പി ആയിരുന്നു അച്ഛനെ കണ്ടതിന്. ചിരിക്കലും കളിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര ക്യൂട്ട്നെസ് ഒക്കെ വാരിക്കോരി ഇടലൊക്കെ ആയിരുന്നു കേട്ടോ അച്ഛനെ കണ്ടപ്പോ പൊണ്ണു ബാബിക്ക്. അപ്പൊ അച്ഛൻ അത് കണ്ടിട്ട് ചിരി വന്നിട്ട്. അപ്പൊ എന്ത് സന്തോഷാല്ലേ ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കാണുമ്പോ. അപ്പൊ ഞാനിത് വിചാരിച്ചു ലോങ് വീഡിയോ ഇടാം. അപ്പൊ ഇതൊക്കെ വലുതാകുമ്പോ പൊണ്ണു ബാബിക്ക് കണ്ടാലും ഒരു മെമ്മറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടു കേട്ടോ. ഞാനപ്പോ ലോങ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അതാട്ടോ ഇതിപ്പോ ഇങ്ങനെ. പിന്നെ ഏട്ടൻ വന്നിട്ടാണെങ്കിൽ അവന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളും ടോയ്സും ഒന്നും ഏട്ടൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. നാട്ടിൽ നിന്ന് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ സാധനങ്ങളൊന്നും നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടും കാര്യമില്ല. ഇത്രയും ലഗേജ്. പിന്നെ 1 മന്ത് ഏട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്രയും സംഭവങ്ങൾ കുറെ ടോയ്സിന് വേണ്ടിയിട്ട് സ്പേസ് ഒന്നും കളയണ്ട പറഞ്ഞിട്ട് അധികം ടോയ്സ് ഒന്നും കൊണ്ടുവന്നില്ല. പൊണ്ണുഭാവിക്ക് കുറെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ തുറന്നു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് സ്വീറ്റ്സും കാര്യങ്ങളും അങ്ങനെ കുറച്ച്. ഞാൻ വിചാരിച്ചു ദുബായിൽ നിന്നുള്ള പെട്ടി അൺബോക്സ് ചെയ്യുന്നതാലും ഇപ്പൊ ഭയങ്കര എന്താ പറയുക ട്രെൻഡിങ്ങും കാര്യങ്ങളും ആയിട്ട്. പിന്നെ ആ തിരക്കിൽ അതൊക്കെ മറന്നു കേട്ടോ. ഓരോന്ന് അൺബോക്സ് ചെയ്ത് എടുക്കാനുള്ള ക്ഷമയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഏട്ടനെ കണ്ടപ്പോ. പിന്നെ പൊണ്ണുഭാവിയുടെ സന്തോഷം ഇതൊക്കെ കണ്ടപ്പോ നമുക്ക് അങ്ങനൊന്നും എടുക്കാനേ തോന്നില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് കാട്ടിത്തരാം. കുറച്ച് നട്ട്സും കാര്യങ്ങളും. പിന്നെ എപ്പോഴും എന്നോടൊന്നും കൊണ്ടുവരണ്ടാ പറഞ്ഞാലും ഏട്ടൻ ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ. അപ്പൊ കുറെ നട്ട്സും അതുപോലെ തന്നെ ഇതൊക്കെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ. ഇതില് പകുതി മുക്കാലും സ്വീറ്റ്സ് ഒറ്റയടിക്ക് കഴിച്ചത് ഞാനാട്ടോ. പിന്നെ സ്പ്രേയും അങ്ങനത്തെ കുറെ ഐറ്റംസും
നല്ല സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ പൊണ്ണുഭാബിയായിട്ട് ഭയങ്കര കളിയാണ്. പൊണ്ണുഭാബീനാണെങ്കിൽ ആരും ഇങ്ങനെ എടുക്കാനില്ലാത്തതുകൊണ്ട് ഇവിടെ ആണെങ്കിൽ അപ്പുറത്തെ നെയ്ബേഴ്സ് ആയിട്ടുള്ള ഉണ്ണിക്കുട്ടനും അങ്ങനെയൊക്കെയാണ് എടുക്കാറ്. അല്ലാണ്ട് അങ്ങനെ ആരും അവനിങ്ങനെ മേലോട്ട് കയറ്റിയിരുത്തി പൊക്കലും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പൊ അവനാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടോ അച്ഛൻ വന്നെടുക്കല് പൊക്കണു മേലോട്ട് ഇതാക്കല്. അവന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ ഹാപ്പി ആയിട്ടായിരുന്നു പൊണ്ണുഭാബി. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാം വീഡിയോയും കൂടിയിട്ട് കുറച്ച് ബിറ്റായിട്ട് ഇടാം, കാരണം കുറച്ച് ഷോർട്ട് അല്ലേ. പിന്നെ നൈറ്റ് ആയിപ്പോ ഇതേ രണ്ടുപേരും നൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ടിട്ട് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. പിന്നെ പൊണ്ണുഭാബിക്കാണെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഏട്ടൻ കുറച്ച് വെറൈറ്റി ടോയ്സ് ഒക്കെ മേടിച്ചു തന്നിട്ടുണ്ട്. അതും ഇതിൽ പറ്റുകയാണെങ്കിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വേറെ വീഡിയോയിൽ ഇടാം ലെങ്തി ആയിട്ട് തോന്നുകയാണെങ്കിൽ. അപ്പൊ ഇതേ പൊണ്ണുഭാബിയും ഏട്ടനും പിന്നെ ഭയങ്കര കളി. പിന്നെ ആൺപിള്ളേർക്ക് ഞാൻ ശ്രദ്ധിച്ചത് എന്താ പറയാ, എൻ്റെ പൊണ്ണൂനൊക്കെ ആണെങ്കിൽ ആൺകുട്ടികളോട് തന്നെയായിട്ട് കൂടുതൽ ഇഷ്ടം കൂടുതൽ. കാരണം അവരല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ ഒപ്പം കളിക്കുക. അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്കാണെങ്കിൽ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, കൊളാബ് വന്നിട്ടുണ്ടായിരുന്നു കേക്കിന്റെ. അപ്പൊ ഇത് മോം ടു ബി എന്നൊക്കെ എഴുതിയിട്ട് ഒരു അടിപൊളി ക്യൂട്ടായിട്ടുള്ള കേക്കൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു അതിൻ്റെയും കൂടിയും വീഡിയോസൊക്കെ എടുക്കാന്ന്. നല്ല യമ്മി എല്ലോ കേക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കേക്ക്സ് ആട്ടോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നേ. അടിപൊളി കേക്കായിരുന്നു. പിന്നെ ലോട്ടസ് ബിസ്ക്കസ് കുനാഫ കേക്കും നമുക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതാട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കേക്ക് വെച്ചിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പോൾ ഞങ്ങൾ 3 പേരൊക്കെ വെച്ചിട്ട് കേക്ക് ഏറ്റവും വിറ്റെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രഗ്നൻസി ടൈമിൽ ഞങ്ങൾ 2 പേരും മെലിഞ്ഞിട്ടാട്ടോ. ഏട്ടനും മെലിഞ്ഞിട്ടാണ്, അതുപോലെ തന്നെ ഞാനും ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടാട്ടോ. പിന്നെ അത് ഏട്ടനും പൊണ്ണും കൂടിയിട്ട് ഒക്കെ ഞാനാണെങ്കിൽ എനിക്കാണെങ്കിൽ ഇപ്പൊ പ്രഗ്നൻസി ടൈമിൽ മേലേക്ക് ഉറക്കില്ല, രാത്രി ഉറക്കില്ല, ഉച്ചയ്ക്ക് ഉറക്കില്ല. പിന്നെ ഉറങ്ങാൻ കിടന്നാലും എനിക്ക് വേദന, ഒന്നില്ലെങ്കിൽ അങ്ങോട്ട് തിരിക്കുമ്പോൾ വേദന, ഇങ്ങോട്ട് തിരിയുമ്പോൾ വേദന. ഇതുകൊണ്ട് ഞാൻ അങ്ങനെ ഉറങ്ങാറൊന്നുമില്ല കേട്ടോ. അപ്പൊ അതാണ് വോയിസ് കൊടുക്കുന്നതിന്റെ ഇടയിൽ ഇതേ ഉറക്കൊക്കെ വരുന്നു എന്നൊക്കെ. പിന്നെ ഇതേ അടുത്ത ദിവസത്തെ കാഴ്ച കേട്ടോ കാട്ടണേ. അപ്പൊ ഓരോ ദിവസത്തെയും കൂടിയിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് എല്ലാം കൂടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ വീഡിയോ ഇതിൽ നിർത്താണ്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇത്രയ്ക്കുള്ളൂ.